പ്രാർത്ഥന നമ്മൾ നിർത്തരുത്. എപ്പോൾ വരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നവർ വരെ പ്രാർത്ഥിക്കണം എന്നല്ല, സ്വർഗത്തിലെത്തുന്നവരെ പ്രാർത്ഥിക്കണം. ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് മകൾക്ക് അപസ്മാര, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. ആ കുട്ടിയെ കൊണ്ടു ചെന്ന് അസുഖം മാറുന്നില്ല. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഈ വചനങ്ങളൊക്കെയും കൊടുത്തു. ചേട്ടൻ 33 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അസുഖം മാറി. ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥന നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിർത്തണ്ട, തുടർന്നോളാൻ പറഞ്ഞു. പിന്നെ തുടർന്ന് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, ആ ഇടവകയിലൊരു സഹോദരൻ ഞങ്ങളുടെ ഒരു ടൗണിൽ 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലം കൊടുത്തു. ഈ മനുഷ്യനാണെങ്കിൽ കിട്ടാൻ ഒരു അർഹതയില്ല. കാരണം ഇവൻ വേറൊരു സ്ഥലത്തുനിന്ന് വിറ്റ് ഈ സ്ഥലത്ത് വന്നിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അച്ഛൻ ഇവൻ്റെ ദുഃഖം അറിയാവുന്നതുകൊണ്ട് ആ വീടിന് സ്ഥലം ഇവന് കൊടുത്തു, നല്ലൊരു ടൗണിൽ, ഇരിഞ്ഞാലക്കുട രൂപതയിൽ. എന്നിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ആ സമയത്ത് എന്തോ ഒരു ബിൽഡിങ് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഫണ്ട് എന്തോ വന്നു. അച്ഛൻ അവന് ഭവനവും വെച്ചു കൊടുത്തു. അപ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? കൊച്ചിൻ്റെ അസുഖം മാത്രമേ മാറുള്ളൂ. നമ്മളെല്ലാം കാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തും. ഡാമൊക്കെ പണിതിട്ടിരിക്കുന്നത് എപ്പോഴും വെള്ളം നിറയ്ക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥന നമുക്ക് തന്നിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കാനാണ്.